ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മളെ റെസിപ്പി ബീഫ് വെച്ചിട്ടാണ്. ഒരു അടിപൊളി റെസിപ്പിയാണ് ബീഫ് വരള. പേര് കേട്ടിട്ട് നിങ്ങളൊന്നും നെട്ടണ്ട, നമ്മളെ ബീഫ് വരട്ടുണ്ടല്ലോ അതുതന്നെയാണ് സാധനം. ഇതിൽ മെയിനായിട്ട് കുരുമുളകും മല്ലിപ്പൊടിയൊക്കെയാണ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. എല്ലുള്ള ബീഫ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബീഫിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. ചെറിയ സവാള ആണെങ്കിൽ രണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. അതൊരു കപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ഒന്നുകൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഇവിടെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അടുത്തത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സവാളയും ബീഫൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറച്ചധികം ബലം കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ടോ ഞാൻ അവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സാധാ പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. സാധാ പാത്രത്തിലാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും, അത്രേ ഉള്ളൂ. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. വേറെ ഒന്നും തന്നെ ഇപ്പോൾ അതിൽ ചേർക്കണ്ട. ഇത്രയും സാധനങ്ങൾ കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5-6 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി റെഡിയാക്കാം. ഇതുപോലൊരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. കുരുമുളക് പൊടിയാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം, അതായത് വലിയ ജീരകം. ഇനി വലിയ ജീരകവും കുരുമുളകും ഒന്നിച്ച് നമുക്ക് ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം. രണ്ടും കൂടി നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ചെറിയ തീയിലിട്ടിട്ട് വറുക്കാം കേട്ടോ. പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് വറുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ പൊടിയുടെ കളർ മാറുമ്പോൾ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ വറുത്തെടുക്കാം. ഞാനിവിടെ വീണ്ടും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറവാണെന്ന് തോന്നുന്നതുകൊണ്ടാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടെ നമുക്കൊന്നും കൂടി വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം നമുക്കിത് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഇവിടെ ഒരു 5-6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് വരള എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചൂടായി വരുന്നൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ചെറിയ പീസസ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ തക്കാളിയാണ്. 2 ചെറിയ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇതാ നമ്മളെ വിസിലൊക്കെ പോയിട്ട് ഇവിടെ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മളെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു 1/2 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ, പക്ഷേ അത്യാവശ്യം വെള്ളമുണ്ട് ഇതിൽ. നമ്മളെ തക്കാളി ഇവിടെ ഒരു 3-4 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അതും ആയിട്ടുണ്ട്. നല്ലതുപോലെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു കളർ വരും. ഈ മസാലപ്പൊടിയാണ് ഈ റെസിപ്പിക്ക് നല്ലൊരു കളർ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ 1 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നിങ്ങൾ കളറ് കണ്ടില്ലേ, നല്ലൊരു കളറാണ്. നല്ലതുപോലെ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കറി കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്, എന്നാലും നമുക്കിത് കുറച്ച് സമയം എല്ലാതും കൂടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്നവരെ നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ചെറിയുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ കീറി വെച്ചിട്ടുള്ള മുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കറിക്ക് നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ തരും. നമ്മളെ കറി ഇവിടെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നല്ല അടിപൊളി കളറാണ്. ആ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു കളറ് കിട്ടുന്നത്. അതേപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി നമ്മൾ നേരത്തെ കാച്ചിയത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറൊരു സ്മെല്ല് കിട്ടുന്നതായിരിക്കും. ഈ കാച്ചി ഒഴിക്കുന്ന സ്റ്റെപ്പ് എണ്ണ താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഇത് ഇല്ലാണ്ട് തന്നെ ഈ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ നമ്മളത് കാച്ചി ഒഴിക്കുമ്പോൾ ഒന്നും കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇഷ്ടമുള്ളവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, വേറെ ടേസ്റ്റാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. അവസാനത്തെ ഈ ഒരൊറ്റ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. സിമ്പിൾ സ്റ്റെപ്പുമാണ്. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബീഫ് വരള റെസിപ്പി ഇവിടെ റെഡിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം. കൂടെ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്.